Hello, I am Thesnim Azeez. This is a snack. This is a Kannur Bindia snack. That's cream or paste add. Then the online cookery class in the add ana. You can number contact all types of classes video interactive class. 2 cup തേങ്ങയാണ് ചെറിയത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒന്നോ രണ്ടോ ഏലക്ക ആദ്യം ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ഇടാം ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഈ പാനിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് തേങ്ങ ഇതിങ്ങനെ കളർ മാറാതെ ബ്രൗൺ കളർ ആവരുത് ഈ നെയ്യിലേക്കൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് നെയ്യെല്ലാം തേങ്ങയിലേക്ക് നന്നായിട്ട് പിടിച്ച് നല്ലൊരു മണം വരും അന്നേരമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കളർ ചേഞ്ച് ആവാതെ നോക്കണം ബ്രൗൺ കളർ ആവരുത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു നെയ്യിൽ ഇതൊന്നങ്ങോട്ട് വഴന്ന് നല്ലൊരു മണം വരും അന്നേരം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം ഇപ്പം നല്ലൊരു ഫ്ലേവറൊക്കെ വന്നു തുടങ്ങി ഈ തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് എടുത്ത് ഇങ്ങനെ കഴിച്ച് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാവും തേങ്ങയിലുള്ള വെള്ളമൊക്കെ കുറേ വറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് 1 കപ്പ് ശർക്കരയാണ് കേട്ടോ 1 കപ്പ് ശർക്കര ക്രഷ് ചെയ്തതാണ് ഇത് പിന്നെ നിങ്ങൾക്ക് ഇത് നല്ല ശർക്കരയാണ് കല്ലില്ല പൊടി എന്താ പറയുക മണ്ണൊന്നും ഇല്ലാത്ത അപ്പോൾ അങ്ങനത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് അരിച്ചൊഴിക്കുക കേട്ടോ ഈ ചെറിയ തീയിലിട്ടിട്ട് ഈ ശർക്കര ഇതിലൊന്ന് മെൽട്ടായിട്ട് വരണം ചെറിയ തീയിലിട്ടാൽ മതി ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വരുന്നേ ഉള്ളൂ അപ്പോഴേക്കും നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യണ്ട നമുക്കിത് ശർക്കര നന്നായിട്ട് ഉരുകി കഴിഞ്ഞാൽ ഇതിങ്ങനെ ബോളാക്കി എടുത്തിട്ട് അതാണ് കണ്ണൂർക്കാരുടെ ബിന്ദിയ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ചെയ്ത് ഒന്നും കൂടെ ഞാൻ സ്റ്റൗ ഒന്ന് മാറ്റി വയ്ക്കാൻ പോവുകയാണേ ചെറിയ തീയിൽ അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡർ ഇടയ്ക്ക് നമ്മുടെ തേങ്ങ ഇളക്കി കൊടുക്കണം അതേപോലെ ഇതൊന്ന് ഇളക്കി കുറുക്കി എടുക്കണം നല്ലൊരു പേസ്റ്റാക്കി എടുക്കണം ചെറിയ തീ മതി അധികം തീ കൂട്ടിയെടുക്കണം പെട്ടെന്നാവും കേട്ടോ ഇതുപോലെ വെള്ളമെല്ലാം വറ്റി വെള്ളം കഴിയുന്നതും ഒന്ന് വറ്റിയിട്ട് എന്ന രീതിയിൽ ഇപ്പം എല്ലാം ഈ സ്പാച്ചുലയിലായിട്ടുണ്ട് ഇത്രയും പാനിന് വിട്ട് വരുന്ന രീതിയിൽ കംപ്ലീറ്റ് ഇതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിലാവണം വാട്ടർ കണ്ടൻറ്റ് ഒന്നുമില്ലാതെ ഇപ്പോൾ ഞാൻ ഈ ഒരു സ്പാച്ചുലയിൽ തന്നെ നമുക്കിതിനെ കോരിയെടുത്തു തേങ്ങ ഇതിലേക്ക് ഈ ക്രീം ചേർക്കാം ഈ ഒരു പേസ്റ്റ് ശർക്കര മുഴുവൻ ഉരുകിയിട്ടുണ്ട് ഇതിനി ഒരു പുഡിംഗ് ട്രേയിലോ മറ്റോ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ചൂടാറിയ ശേഷം കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കതൊന്ന് ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു സമയത്ത് ഉരുട്ടിയെടുക്കാം അതും അല്ലെങ്കിൽ ഷേപ്പർ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം അതൊരു
പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ പേസ്റ്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെയും ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നോ. നമുക്കൊരു കാഷ്യൂ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. കാഷ്യൂ വെക്കുമ്പോൾ കുറച്ച് ചൂടോടുകൂടി തന്നെ വെക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ അതിമ പിടിക്കില്ലല്ലോ. നല്ല ടേസ്റ്റാണ്. തേങ്ങാ ബർഫി കണ്ടല്ലോ അല്ലേ? കോക്കനട്ട് ബർഫി നല്ല ബർഫിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് എല്ലാം ഇഷ്ടമാവും. പിന്നെ ശർക്കരയാണ്. എല്ലാം കൂടി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും അത് ആദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നും. കുറച്ച് എന്താ പറയുക, ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ട് നല്ല ക്രിസ്പായിട്ടുണ്ടാവും. എന്നാൽ ചെറിയ തേങ്ങയില്ല, അപ്പം അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവുകയും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്യാൻ എന്തായാലും ഇഷ്ടം.